കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ പ്രവൃത്തികൾക്ക് കോടികൾ അനുവദിച്ചിട്ടും പണി പൂർത്തിയാകാതെ പൊതുമരാമത്ത് വകുപ്പ്. CCTV, ലാൻഡ് നെറ്റ്വർക്ക്, വൈഫൈ എന്നിവ സ്ഥാപിക്കാനാണ് 2023 സർവകലാശാല PWDക്ക് 8 കോടി രൂപ അനുവദിച്ചത്. മുഴുവൻ തുകയും PWDക്ക് നൽകിയിട്ടും ഇതുവരെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, കൊടുത്ത തുകയിൽ ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നാണോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത്? ഇതിൽ എന്താണ് പൊതുമരാമത്ത് വകുപ്പ് എടുക്കുന്ന നിലപാട്? അതായത് സ്മൃതി, സർവകലാശാല ക്യാമ്പസിൽ വൈഫൈ, ലാൻഡ് നെറ്റ്വർക്ക്, അതുപോലെ CCTV എന്നിവ സ്ഥാപിക്കാൻ വേണ്ടിയാണ് 2023 8 കോടി രൂപ അനുവദിച്ചു എന്ന് മാത്രമല്ല, ഡിപ്പോസിറ്റ് ആയിക്കൊണ്ട് ഈ 8 കോടി രൂപയും PWDക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു പ്രവൃത്തികളും അവിടെ പുരോഗമിച്ചിട്ടില്ല. അതിന് പറയുന്നത്, ഈ PWD വിഭാഗം പറയുന്നത് ഒരു കമ്പനിയെ ഈ ജോലികൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു, അവരത് കൃത്യമായി ചെയ്യാത്തതാണ് എന്നാണ്. പക്ഷേ ഇതുവരെയായിട്ടും എവിടെയൊക്കെ CCTVകൾ സ്ഥാപിക്കണമെന്നോ ഏതൊക്കെ കെട്ടിടങ്ങളിലേക്ക് വൈഫൈ സംവിധാനം അതുപോലെ ലാൻഡ് സംവിധാനവും ഒരുക്കണമോ എന്നുള്ള കാര്യം പോലും തീരുമാനിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 8 കോടി രൂപയും ഡിപ്പോസിറ്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത്. അതേസമയം യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ വിഭാഗങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഡിജിറ്റൽ വിഭാഗം യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ വിഭാഗങ്ങളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളൊക്കെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായി ഉള്ളപ്പോഴാണ് ഈ ഒരു കരാർ PWDക്ക് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും PWD അത് ജോലികളൊന്നും ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ്. അതേസമയം കരാർ കമ്പനി ഇത് വൈകിക്കുകയാണെന്നാണ് PWDയുടെ ഒരു മറുപടി എന്ന് പറയുന്നത്. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വലിയ തരത്തിൽ ലഹരി അടക്കം ഉപയോഗിക്കുന്നു എന്നും ലഹരിയുടെ വിനിമയം നടക്കുന്നു എന്നും വാർത്തകൾ വരുമ്പോഴാണ് ഈ ഒരു CCTV സംവിധാനം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ക്യാമ്പസ് പോകുന്നത് എന്നുള്ളൊരു ആരോപണവുമുണ്ട്. അത്തരത്തിൽ CCTV കൂടി സ്ഥാപിക്കാനാണ് പണം നൽകിയതെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ശരി, സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.